കരയുദ്ധത്തിന് വരുന്ന അമേരിക്കൻ സൈന്യം സ്രാവുകൾക്ക് തീറ്റയാകുമെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്പിൻ്റെ മേധാവി പ്രസ്താവിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ മേഖലയിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനവട്ട ശ്രമം എന്ന നിലക്കാണ് കരയുദ്ധത്തിന് തയ്യാറാകുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി പറയാനുണ്ട്. നിങ്ങൾ ഈ സ്രാവുകൾക്ക് തീറ്റയാകാൻ പോവുകയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ടവരോട് കാര്യകാര്യങ്ങൾ പറഞ്ഞും യാത്രാമൊഴി പറഞ്ഞുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് വരേണ്ടത്. നിങ്ങളെക്കാൾ ശക്തിയുള്ളവരും യുക്തിയുള്ളവരും തൻ്റേടമുള്ളവരും മുൻകാലങ്ങളിൽ പേർഷ്യൻ സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടി ദയനീയമായി പരാജയപ്പെട്ടത് ചരിത്രത്തിൽ നിന്നെങ്കിലും വായിച്ച് പഠിക്കുന്നത് നല്ലതാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതും ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതും ഈ ദേശത്തെ ആദരിക്കപ്പെടുന്ന ഇറാൻ എന്ന് പറയുന്ന ദേശത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളതും കടമയാണ്. തങ്ങൾ ആ കടമ നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്ര വലിയ ശക്തിയുള്ള ആയുധങ്ങൾ ഇറാന് നേരെ പ്രയോഗിച്ചാലും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. കാര്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈവശത്തിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഞങ്ങൾ. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 10% പോലും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധമായിരുന്നു ഞങ്ങളുടെ സമീപനങ്ങളും നിലപാടുകളും. ഏറ്റവും താഴ്മയോടുകൂടിയും ലളിതവൽക്കരിച്ചു കൊണ്ടാണ് പല അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങളങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ചിട്ടേ ഇല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളുടെ കയ്യിൽ ശക്തിയില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം തന്നെ തങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. 12 ദിവസത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഈ അപകടകരമായിരിക്കുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ ബലിയാടാവുകയില്ലായിരുന്നു എന്നുകൂടി ഇറാൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനിൽ മരിച്ചിരിക്കുന്ന ആളുകളുടെ ഇരട്ടിയിലധികം ഇസ്രായേൽ സൈനികരായിട്ട് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് പറയാത്തത് കൊണ്ടാണ്. വരും കാലങ്ങളിൽ നിങ്ങൾക്കത് പറയേണ്ടി വരും, സംശയമൊന്നുമില്ല. അമേരിക്കയുടെ 500-ലധികം സൈനികർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം, പക്ഷേ അവർ പറയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ വിശ്രമിക്കുകയല്ല, കൃത്യവും സത്യസന്ധമായ രീതിയിൽ ഇറാൻ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ലോകത്തോട് ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളതിൽ നുണ പ്രചരിപ്പിക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആക്രമണം നടത്തി. ഈ അമേരിക്കയുടെ ഏറ്റവും കനപ്പെട്ട യുദ്ധവിമാനം 4000 കോടിയുടെ ചാരവിമാനമാണ് തങ്ങൾ മിസൈൽ പായിച്ചുകൊണ്ട് തകർത്തത്. ഞങ്ങൾക്കത് നടക്കുന്നതാണ്. അത്ര ഒരു വിമാനം ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ 6000 കോടി വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ കൈവശത്തിൽ നിലവിൽ 16 യുദ്ധവിമാനങ്ങളാണ് ഇതിന് സമാനമായ രീതിയിൽ ഈ ശ്രേണിയിലുള്ളത്. അതിൽ 8 വിമാനം മാത്രമേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കൂ. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇറാനെതിരെ ഈ യുദ്ധവിമാനം ഉപയോഗിക്കാൻ പേടി പോലും അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശക്തിയുള്ളൂ എന്നൊരു തിരിച്ചറിവ് അമേരിക്കയ്ക്കുണ്ടായത് ഇപ്പോഴാണ്. ഞങ്ങളുടെ ഒരൊറ്റ മിസൈൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ അതിൻ്റെ പള്ളക്ക് അടിച്ചുകൊണ്ട് അതിന് താഴ്ത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക കമാൻഡർ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ചാരവിമാനമാണെങ്കിലും യുദ്ധവിമാനമാണെങ്കിലും യുദ്ധക്കപ്പലുകളാണെങ്കിലും ഞങ്ങൾക്ക് ഇരയാകാൻ മാത്രമേ നിങ്ങളുള്ളൂ എന്ന് ചുരുക്കം. ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കരയുദ്ധം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 3500ഓളം മെറീനുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ യുദ്ധക്കപ്പലുകളെയും യുദ്ധസൈനികരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഞങ്ങൾക്കല്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല? ജെറാൾഡ് ഫോർട്ട് ഇപ്പോൾ എവിടെയാണുള്ളത്? ഗ്രീസിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മാറ്റി? അതിനെക്കുറിച്ച് വിശദീകരണം നൽകാത്തതുകൊണ്ടാണ്. ചെറിയ തീപിടുത്തങ്ങൾ ഉണ്ടായി. എങ്ങനെ തീപിടുത്തങ്ങൾ ഉണ്ടായി? അതല്ലെങ്കിൽ ചെറിയ തീപിടുത്തം, ഒരു കപ്പലിൻ്റെ അകത്തുണ്ടാകുന്ന തീപിടുത്തം ചെറുതാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ കപ്പലില്ല. അബ്രഹാം ലിങ്കൺ കപ്പലിൻ്റെ അവസ്ഥകൾ എന്താണ്? അതിൽ നിന്ന് ഇപ്പോഴും ഇറാനെ ആക്രമിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ ഒരു ഭാഗം ഒടിച്ച് തൂങ്ങിപ്പോയി. എന്തുകൊണ്ട് നിങ്ങളത് പറയുന്നില്ല? ലോകത്തെ ഏറ്റവും വലിയ ശക്തരായിരിക്കുന്ന കപ്പലുകളൊന്നാണ് അബ്രഹാം ലിങ്കൻ്റെ കപ്പലും ജെറാൾഡ് ഫോർട്ട് കപ്പലും. ഈ 2 കപ്പലും അവസാന ശ്വാസത്തിലാണ് ഇപ്പോൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്രീസിൽ അറ്റകുറ്റപ്പണിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഉപായം പറയുന്നു. അവിടെ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ എന്തുകൊണ്ട് പോയി എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിശദീകരണം സത്യവും പറഞ്ഞിട്ടില്ല. ഇനി വരാൻ പോകുന്ന
ഈ യു എസ് എസ് ജോർജ് ബുഷ്, ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. 80ഓളം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് അതിൻ്റെ മേലിൽ നിന്ന് ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നുണ്ട്. 65ഉം 75ഉം മറ്റേ വിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2-3 വിമാനം മാത്രമാണ് പൊന്തിയത്. 10-20 വിമാനം ഞങ്ങൾ തകർത്തതാണ്. ബാക്കിയെല്ലാം കൂടി കെട്ടിവലിച്ച് നിങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മുൻപ് കാലങ്ങളിലാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മൂന്നാം ലോക രാജ്യത്തൊക്കെ ഭയപ്പെടുത്തിയിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും നിങ്ങൾക്ക് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ തുർക്കിയും ഈജിപ്തും സൗദി അറേബ്യയും ഇസ്ലാമാബാദിൽ ഇന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, വിഷയമൊന്നുമില്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശ കാര്യങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നുള്ള കാര്യം ഞങ്ങൾ പറയുന്നു. അഥവാ ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണം ഞങ്ങളത് അംഗീകരിക്കുകയില്ല. അത് നിങ്ങൾ അംഗീകരിക്കണം. പരമാധികാരത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് അംഗീകരിക്കണം. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുള്ള അവകാശവാദത്തിൽ നിന്ന് പിന്മാറണം. ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന 4-5 വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ മധ്യസ്ഥർ മുഖാന്തരം മധ്യസ്ഥരോട് ഇറാൻ്റെ പ്രതിനിധി പറയപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇത് അംഗീകരിക്കുക എന്ന് പറയുന്ന സമയത്ത്, ഒന്ന്, പരമാധികാരത്തെ അംഗീകരിക്കുക, ഇനിമേലിൽ അക്രമം ഉണ്ടാവില്ല എന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക. അതോടൊപ്പം നഷ്ടപരിഹാരത്തെക്കുറിച്ച് അവർ ഒരുപാട് തവണ ഇറാൻ അത് ആവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കിട്ടിയാലേ അടങ്ങൂ എന്നുള്ള തരത്തിൽ തന്നെയാണ്. 12 ദിവസം 2025 കഴിഞ്ഞ വർഷം ഉണ്ടായ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം വേണം. 2026 ഇപ്പോൾ തന്നെ 1500ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ പിഞ്ചു കുട്ടികൾ 165 പേർ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ഭീമമായിരിക്കുന്ന പ്രയാസം ഞങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അതിൽ ഞങ്ങൾ നഷ്ടം ചോദിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതിനൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് ജൂത വിഭാഗം നഷ്ടപരിഹാരം ജർമ്മനിയോട് ചോദിച്ചിട്ടുണ്ട്. ജർമ്മനി ഇനി വ്യത്യസ്ത ഘട്ടങ്ങളിൽ അത് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ എന്തിനാണ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണ കുറിപ്പ് നൽകുന്ന കാര്യത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു. അതുകൊണ്ട് തലമുറകൾക്ക് സംരക്ഷിക്കാൻ വേണ്ടി, ഞങ്ങളുടെ തലമുറയൊക്കെ കൊല ചെയ്യപ്പെട്ടു പോയതാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ കിട്ടണമെങ്കിൽ നഷ്ടപരിഹാരം കിട്ടണം. അത് നൽകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ച സമയത്ത് അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടപരിഹാരം ഇറാഖിൽ നിന്ന് തന്നെ പെട്രോൾ വിൽപ്പന നടത്തിക്കൊണ്ട് ഈടാക്കിയിട്ട് നൽകുകയും ചെയ്തു. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. സമാനമായ രീതിയിൽ ഞങ്ങളുടെ രാജ്യത്ത് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിവരം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇതിലെ കക്ഷിയായത് മാറിയത് എന്നതിനെക്കുറിച്ചും ഒരുപാട് ഊഹാപോഹങ്ങൾ ഇപ്പം നിലനിൽക്കുകയാണ്. അതിൻ്റെ കാര്യം പറയുന്നത് അമേരിക്കയാണ് പാകിസ്ഥാനെ ഈ കാര്യത്തിൽ ഇടപെടിച്ചത് എന്നുള്ളതാണ്. ഈ അമേരിക്കയുടെ സ്വന്തം ആൾ എന്ന നിലക്ക് അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ ബന്ധമാണ്. മറ്റൊരു തരത്തിൽ പറയുന്നത് പാകിസ്ഥാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ആണവായുധമുള്ള ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യങ്ങൾപ്പെട്ടതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. എന്നാൽ സമാധാനപരമായിരിക്കുന്ന വിഷയത്തിൽ ലോകത്തിൻ്റെ മുൻപിൽ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഒരു ആണവായുധ സംവിധാനം പോലും ഇല്ലാത്ത ഖത്തറാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാന പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് സമാധാന ശ്രമമായിട്ട് നടത്തുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇത്രയും വലിയ രാജ്യത്തിന് സാധിക്കാത്തതിൻ്റെ നീരസമുണ്ട് എന്ന് പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇതിനു വേണ്ടിയിട്ട് അവരെ ഉപയോഗപ്പെടുത്തിയെന്നോ അതല്ലെങ്കിൽ അവരിതിന് ഈ ദൗത്യം ഏൽപ്പിച്ചതോ എന്നൊക്കെ പറയുന്നുണ്ട്. തുർക്കിയായിരുന്നു. ഈജിപ്തും തുർക്കിയും സൗദിയാണ് മറ്റ് 3 രാജ്യങ്ങൾ. പക്ഷേ ഇറാൻ നിലപാടിൽ നിന്ന് യാതൊരു അയവും വരുത്തിയിട്ടില്ല. നിലപാടിൽ നിന്ന് അയവ് വരുത്തേണ്ടത് അമേരിക്കയാണ്. ഞങ്ങളുടെ രാജ്യത്ത് വിട്ടുപോയി ഞങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഞങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കില്ലെന്നും 10 ദിവസത്തേക്ക് ലീവാണെന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് മണിക്കൂറുകൾ കഴിയുന്ന സമയത്ത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടങ്ങി നിൽക്കാനൊന്നും പറ്റില്ല. ഞങ്ങളത് തിരിച്ചടി നൽകും, അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും അത് ആവർത്തിക്കും എന്നുകൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കേണ്ടത്. ഏതായിരുന്നാലും മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല
എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഈ കെമിക്കൽ ഫാക്ടറിയിൽ ഇറാൻ ആക്രമിച്ചു, തീയിട്ടു, വലിയ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ അവിടുത്തെ ജനങ്ങളോട് വീടിന് പുറത്ത് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജനൽ തുറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ ദുരന്തത്തിലേക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റിയെടുത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. ഇറാൻ അല്ല അതിൽ പങ്കാളിത്തം. ഇസ്രായേൽ വരുത്തി വെച്ചതിൻ്റെ വിന അവർ അനുഭവിക്കുന്നു എന്ന് ചുരുക്കം. ഈ കാര്യമാണ് ഈ യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആയിട്ട് ഈ ഇറാൻ്റെ സൈനിക മേധാവി പറയുന്നത് എന്ന് ചുരുക്കം.